സംസ്ഥാനത്ത് ആർടിഒമാരെ നിയമിക്കാതെ സർക്കാർ 10 ആർടിഒ തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. മലബാറിൽ മാത്രം 5 ഇടത്ത് ആർടിഒമാരില്ല. കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ആർടിഒയ്ക്കാണ് പകരം ചുമതല. 17 ജോയിന്റ് ആർടിഒമാരുമില്ല. ആർടിഒ ഇല്ലാത്തതിനാൽ പ്രൊമോഷൻ കമ്മിറ്റി യോഗം ചേർന്നിട്ട് 1 വർഷമായി. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, എന്തുകൊണ്ടാണ് നിയമനം വൈകുന്നത്? മാധു, നമുക്കറിയാം നേരത്തെ DMO നിയമനവുമായി ബന്ധപ്പെട്ട് വീതം വെപ്പും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വൈകിയാണ് അത്തരത്തിൽ DMOയെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് സമാനമായ നിലയിൽ തന്നെയാണ് കോഴിക്കോട്ട് അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആർടിഒമാരെ നിയമിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ആർടിഒമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ കമ്മിറ്റി യോഗം ചേരേണ്ടത്. പക്ഷേ അത്തരത്തിലൊരു പ്രൊമോഷൻ കമ്മിറ്റി യോഗം ചേർന്ന് 1 വർഷം കഴിയുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോഴും ആ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 10 ആർടിഒമാരുടെ ഒഴിവാണ് ഇപ്പോൾ സംസ്ഥാനത്തെമ്പാടും ഉണ്ടായിരിക്കുക. അതിൽ 5 ആർടിഒമാർ വടക്കൻ കേരളത്തിൽ, അതായത് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 17 ജോയിന്റ് ആർടിഒമാർ കൂടി ഇല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. കാരണം ഓരോ ആർടിഒമാരും വലിയ തരത്തിൽ ജോലിഭാരം നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വൈകിട്ട് വരെ 5 മണി വരെ നോക്കിയാൽ പോലും തീരാത്ത ഫയലുകളാണ് ഇപ്പോൾ ഓരോ ആർടിഒമാരും പരിഗണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത് എൻഫോഴ്സ്മെന്റ് ആർടിഒയ്ക്കാണ് ഇപ്പോൾ പകരം ചുമതല നൽകിയിരിക്കുന്നത്. വടകരയാണെങ്കിലും കണ്ണൂരാണെങ്കിലും വയനാടാണെങ്കിലും കാസർഗോഡാണെങ്കിലും സമാനമായ സ്ഥിതി തന്നെയാണ്. കാരണം 2 ആർടിഒമാർ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് 1 ആർടിഒ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രവർത്തനങ്ങളും തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. തസ്തിക നിയമനം നടത്താതെ സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.